അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് സലാഹുദ്ദീൻ അയ്യൂബി കോട്ട അല്ലേ, അറിയപ്പെട്ടൊരു കോട്ടയാണ് ഈജിപ്തിലെ. ഇവിടെ വരുന്ന മിക്ക സഞ്ചാരികളും ആ ഒരു കോട്ട കണ്ടിട്ടല്ലാതെ പോകാറില്ല എന്നാണ് എല്ലാവരെയും എന്താ ബക്കറ്റ് ലിസ്റ്റ്. അപ്പോൾ ബക്കറ്റ് ലിസ്റ്റാണ് ഈ പറയപ്പെടുന്ന കോട്ട. അപ്പോൾ ആ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടണം. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കോട്ടൻ്റെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിലും സാധിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അറബിയ കയറി പിന്നെ അതിൻ്റെ മുമ്പിൽ ഇറങ്ങി കോട്ടയിലേക്ക് പ്രവേശിക്കണം. വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ടിക്കറ്റിന് കുറച്ച് പൈസ കുറവായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ ഇസ്ഹാഖ് ഉസ്താദാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കല്ലേ. നമ്മളെ ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മൾ ഒരു ലിസ്റ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ലിസ്റ്റ് കോട്ടയാണ്. അപ്പോൾ കോട്ടൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ മുന്നോട്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസ്ഹർ പാർക്കിൻ്റെ എന്താ പറയുക, അവിടേക്ക് കയറാനുള്ള ഒരു ഭാഗമുണ്ട്. ആ ഒരു ഏരിയ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്ഹർ പാർക്ക് എന്തായാലും നമ്മൾ പരിചയപ്പെടുത്തും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയല്ലേ ഇസാഖ് ഉസ്താദ്? അസ്ഹർ പാർക്കിൽ നിങ്ങൾ എത്ര വട്ടം ഏകദേശം പോയിക്കണ്? ഒരു 10 വട്ടമെങ്കിലും അസ്ഹർ പാർക്ക് പോയിട്ടുണ്ടോ? പക്ഷേ ഇവിടെയുള്ള അധികം ആളുകളും വരുന്നപോലെ അവിടേക്ക് പോവാറില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അവിടെ ഒരു പോകേണ്ട ഒരു സ്ഥലം തന്നെയാണല്ലേ അസ്ഹർ പാർക്ക്. പോയ ആള് എന്ത് ചെയ്യും, പോയിക്കൊണ്ടേയിരിക്കും. അടിപൊളിയാണ്. എന്താന്ന് അറിയാത്തോണ്ടാണ് ആരും പോവാത്തത്. അപ്പൊ ഇവിടെ ഭൂമിക്കിടയില് എന്താ പറയാ, ഒരു പച്ചപ്പുള്ളൊരു ഏരിയ അല്ലേ, ഏരിയ നമുക്ക് കാണാൻ കഴിയും. സലാഹുദ്ദീൻ അയ്യൂബിന്റെ അതാ ആ കാണുന്നതാണ് കേട്ടോ സലാഹുദ്ദീൻ അയ്യൂബി കോട്ട. ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. മസ്ജിദ് എല്ലാം ഉണ്ട്. മാഷാ അല്ലാഹ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. കോട്ട അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 5:30 വരെ ഉള്ളൂ. 5:30 കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഇപ്പം 4 മണിയായിന്. ഒരു 5:30 ആയാൽ പിന്നെ അവിടെ കിട്ടൂല. അതായത് നമ്മൾ പോയി നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതൊക്കെ മധുഫനികളാണ് കേട്ടോ കാണുന്നത്. മൊത്തം ആ കാണുന്നതാണ് മധുഫനികൾ. മധുഫനികളുടെ ഏരിയയിലേക്ക് നമുക്കൊരു വട്ടം പോവാം ഇൻഷാ അല്ലാഹ്. എല്ലാം വരും. വെയിറ്റ് ആൻഡ് സീ അല്ലേ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ പറയും. ഈജിപ്തിലെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്ത് ഇൻഷാ അല്ലാഹ് ബക്കർ ഉസ്താദിന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ആളുകളിലേക്ക് എത്തി. ശരിക്കും എൻ്റെ പേര് അബൂ സാലിദാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ബക്കർ എന്നുള്ളതുകൊണ്ടാണ് ഇവരെല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ബക്കർ, അബൂബക്കർ. എൻ്റെ വാപ്പൻ്റെ പേര് ബക്കർ എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാനിട്ട ഇൻസ്റ്റയിൽ. അപ്പോൾ അതൊക്കെയാണ് കഥകൾ ഗൈസ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ കാണുന്നത് മധുഫനുകളാണ്. പക്ഷേ കാണാൻ എന്താ അല്ലേ മൊഞ്ചി, അടിപൊളിയാണല്ലേ. കോട്ട കണ്ടോ നിങ്ങൾ? അതാണ്, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അതാണ് കോട്ട. മാഷാ അല്ലാഹ്. നമ്മളിങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ. ആ തലക്കന്ന് ഇവിടെ എത്തിക്കും നടന്നിട്ട്. എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോവേ നടക്കന്നല്ലേ ഇനി? അപ്പോൾ എന്താണ് സുഹൃത്തുക്കളെ, എന്താ പറയുക, സലാഹുദ്ദീൻ അയ്യൂബി കോട്ടയിലേക്കുള്ള ആ ഒരു നടത്തത്തിൻ്റെ നമ്മുടെ എന്താ സംഭവം അങ്ങനെ പറയല്ലേ, നടത്തത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ പോവാ യാ അല്ലാഹ്. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് വണ്ടി നിർത്തി നമ്മളോട് കയറാൻ പറഞ്ഞു. നമ്മൾ സലാഹുദ്ദീൻ അയ്യൂബി. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. أنت جيد ما شاء الله. اسم الكريم محمد تمام؟ أنا اسمي أحمد. أحمد ليس محمد. لا أحمد. أنا أظن أنت محمد. معلش. وأنت اسمك എങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഒരു വണ്ടി കിട്ടിയപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വണ്ടി ആയതുകൊണ്ടാണ്. മൂപ്പര് പറഞ്ഞ നിങ്ങൾ വണ്ടി കയറി ഞാൻ നിങ്ങളെ സഹോദരനാണെന്നല്ലേ. ليه ولاد أختي متخلفين في الهند. ما شاء الله. ولاد أختي مولودين في الهند. ولاد أختي أنا مولودين في الهند. ما شاء الله. أبوهم كان شغال في مصر الطيران. كانوا مقيمين هناك. تمام. പൊതുവെ എന്തെങ്കിലില്ല, ഈ സ്ത്രീകള് നമുക്ക് ഇങ്ങനെ വണ്ടി നിർത്തി തരാറില്ല. നമ്മള് പോകുമ്പോ ലിഫ്റ്റ് തരാറില്ല. നമുക്ക് ലിഫ്റ്റ് തന്നു. هي دي القلعة. هي دي القلعة. بس أنا هوديكم الناحية التانية. مش
هينفع تخش من هنا. പൊതുവേ നമുക്ക് മിസ്രികള് എന്താ പറയാ വണ്ടി നിർത്തിത്തരലൊന്നുമില്ല കേട്ടോ. നല്ലൊരു മനുഷ്യൻ മാഷാ അല്ലാ. استنى كده اما اشوف لكم الدخول من هنا. هنا أنا يعمل فيديو في يوتيوب في فيسبوك. هي دي القلعة. هنا الباب مقفول. مقفول. هدخلكم الباب الثاني بقى اللي في صلاح سالم. الباب الثاني مفتوح. مفتوح. مفتوح تمام. രണ്ടാമത്തെ വാതിലാണ് തുറന്നുണ്ടാവും മൂപ്പര് പറഞ്ഞു. മാഷാ അല്ലാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാ അവിടെ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നല്ലൊരു മനുഷ്യൻ. നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അവസാന സമയം. العربية مش قد المقام. عربية؟ العربية مش قد المقام. يعني ايه؟ يعني العربية دي قليلة عليكم. انتوا عايزين مرسيدس. تمام. ولا انت فاهم حاجة؟ مش فاهم حاجة. കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാ നമ്മളെ ഈ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ വിചാരിച്ചാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാതെ സ്ഥലത്തേക്ക് മിക്കവാറും നമ്മൾ പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി എന്തായാലും ഞാനൊരു വീഡിയോ ആക്കിയിട്ട് പുറത്ത് വിടാം ഇൻഷാ അല്ലാ. അപ്പോൾ അതാണ് സലാഹുദ്ദീൻ അയ്യൂബി കോട്ട. ഇൻഷാ അല്ലാ നമുക്ക് കുറച്ച് നേരത്തെ വന്നതിൽ കയറട്ടോ. ഇത് നമ്മൾ സമയം നേരെ വൈകി. അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്കുള്ള കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുണ്ടല്ലോ സലാഹുദ്ദീൻ അയ്യൂബി കോട്ടയെന്ന് ഇവിടെ എത്തിച്ചേർക്കില്ലേ സെയ്ദ് സൈനബേല്. മാഷാ അല്ലാ. ശുക്രൻ ഹബീബി. വല്ലാഹി ശുക്രൻ. അഹ്ലു ബൈത്താണെന്നാ പറഞ്ഞത്. അമലെ അൽഹംദുലില്ലാ സെയ്ദ് സൈനബേൽ എത്തി നമ്മൾ. മാഷാ അല്ലാ ഹബീബി ശുക്രൻ. നല്ലൊരു മനുഷ്യനില്ലേ. നമ്മള് സെയ്ദ് സൈനബേന്ന് സിയാറത്ത് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമല്ല, പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരും. ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല സാറായിട്ട് നമുക്ക് എടുക്കണം. ഇൻഷാ അല്ലാ നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെയ്ദ് സൈനബേന്ന് സിയാറത്ത് ചെയ്ത് ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഒരു ബില്ലബൻ പോയി കഴിക്കട്ടെ. ബില്ലബൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറിയപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവമാണ് അല്ലേ ഇസാഖുസ്സേ? ബില്ലബൻ എന്താ സംഭവം? ഇതിനെക്കുറിച്ച് ഒന്ന് പറയും. ദുബായിലൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? അറിയപ്പെട്ടൊരു ബ്രാൻഡാണ്. വിദേശികളൊക്കെ ഇവിടെ മിസ്രിൽ വന്നാൽ കഴിക്കുന്ന ഒരു ഐറ്റം ബില്ലബൻ അല്ലേ? മാഷാ അല്ലാ. ഖുൽ സലാം. ഇപ്പോൾ ബില്ലബൻ്റെ ഷോറൂമാണ് കേട്ടോ. മാഷാ അല്ലാ. കേട്ടോ ഓരോ സംഭവം വില കൂടി അടിയിലേക്ക് വരുന്നുണ്ട്. 75, 90, 80, 100 അങ്ങനെ അടിത്തറ്റോളുണ്ട്. പല ഫ്ലേവറുകളും ഉണ്ട്. മാങ്ങൻ്റെ ഇതാ 5. അതുപോലെ തന്നെ അങ്ങനെ പല മോഡലും ഉണ്ട് കേട്ടോ. പിന്നെ ഏതാ എടുക്കുക? നമ്മളേതെടുക്കുന്നത് റസ്ബിലബൻ ലോട്ടസ് ബൽചൂക്കി. ലോട്ടസ് ബൽചൂക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്താ റബ്ബേ? മിക്സറാത്ത് തന്നെ. മിക്സർ എന്ന് പറഞ്ഞാൽ മറ്റേ കൂടിക്കലർന്നത്. മിക്സറാത്ത് അണ്ടിപ്പരിപ്പ് പിന്നെ പിസ്ത മുന്തിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് മിക്സ് ആയിട്ടുള്ള ഏതാ എടുക്കുക നമ്മള്? അറുപതിൻ്റെ അടിച്ചു നോക്കണം. ഇത് വാങ്ങ. അതിന്റെ പേരെന്താ? റസ്ബിലബൻ. ഏതാ കേട്ടോ നമ്മള് നോക്കുക. 2 സാധനമാണ് കേട്ടോ സുഹൃത്തുക്കൾ എടുത്തത്. ഒന്നിന്റെ പേരെന്താണ് ഉസ്താദേ? പേരെന്തേനു? ലോട്ടസ് ബൽജൂക്കി. പിന്നെ ദുവാമീന് 50, 55. ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളിത് കണ്ടോ? ഇതിൽ ഒരു നമ്പർ ഉണ്ട് 153. ഇത് നമുക്ക് ടോക്കൺ നമ്പറാണ്. ഇത് പിന്നെ അവർ വിളിച്ചാലേ സാധനം കിട്ടും. അപ്പോൾ അത്രയും നമ്മൾ കാത്തിക്കണം. നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ്. ടോക്കൺ ചൂടുള്ള സമയമായതുകൊണ്ട് രാത്രിയായ വലിയ തിരക്കായിരിക്കില്ലേ? കിട്ടാൻ നല്ല പ്രയാസമായിരിക്കില്ലേ? പക്ഷേ ഇവിടെ ഭയങ്കര ഫേമസും. പക്ഷേ ഇതിനേക്കാളേറെ ഡിമാൻഡ് ദുബായിലും അല്ലേ? ഇതിന് ദുബായിൽ ഭയങ്കര ഡിമാൻഡാണല്ലോ. എല്ലാവരും കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഹൽവ. ഇൻഷാ അല്ലാ സാധനം അവിടെ പേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു.
ഇതാണ് സംഭവ സാധനം. മാഷാ അല്ലാഹ്. ശുക്രൻ. കുൽ സലാം. സലാം. സലാം അലൈക്കും. മാഷാ അല്ലാഹ്. ഇസ്മുൽ കരീം. മാഷാ അല്ലാഹ്. ശുക്രൻ. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനേ ഒരു സ്ഥലം തപ്പി നടക്കുകയാണ്. സാധനം കയ്യിലുണ്ട്. എവിടുന്നാ ഇപ്പം കഴിക്കാന്നുള്ള അവസ്ഥയിലാ. എന്താ ഇപ്പം ചെയ്യുക അവസ്ഥ? നമ്മൾ എവിടുന്നാ കഴിക്കത്? പാർക്കിലിരുന്ന് കഴിക്കല്ലേ? ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ. അവിടെ കണ്ടോ നിങ്ങളൊരു സംഭവം, ഒരു വലിയൊരു കുപ്പ പോകണം. അത് അറിയപ്പെട്ടൊരു സംഗതിയാണ്. ഒരുപാട് ആളുകൾ അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ച് പോവാറുണ്ട്. ഇവിടെ പോകുന്ന സൈഡിൽ നമ്മുടെ നാട്ടിലത്തെ മാതിരിയുള്ളൊരു ഫീലിംഗ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓട്ടോകൾ കാണാൻ പറ്റും. അവിടെ ഒരുപാട് ഓട്ടോകൾ. ഇവിടെ എല്ലാ സ്ഥലത്തേക്കും ഓട്ടോ ഓടൽ എന്താ പറയുക, ഒരുപാട് ഓട്ടോകൾ നിരത്തി. ഇവിടെ എല്ലാ സ്ഥലത്തേക്കും ഓട്ടോ ഓടാൻ പറ്റൂല. കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ ഓട്ടോ ഓടാൻ പറ്റൂലേ. മെയിനായിട്ടുള്ള ഏരിയകളിലേക്ക് ഓട്ടോ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളിൽ മാത്രമേ ഓട്ടോ കാണാൻ പറ്റൂ. മെയിനായിട്ടുള്ള കൈറോയുടെ അസ്ഹർ ഭാഗം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഏരിയകളുണ്ട്. അവിടെ ഒന്നും ഓട്ടോ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെയുള്ള ഓട്ടോകളൊക്കെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വണ്ടികളാണ്. ഇവിടെ വേറെന്തോ സംഭവമുണ്ട്. ഇവിടെ എന്താ സംഭവം? പോയി നോക്കണോ? പാർക്കാ? നമ്മളൊരു പാർക്ക് കണ്ടിട്ടോ, ഒന്ന് കയറി വെക്കാം. ഇവിടെ എന്താ ഫീ ഉണ്ടോ റബ്ബേ? ഫ്രീ ആയിട്ടുള്ള പാർക്കാന്ന് തോന്നുന്നു അല്ലേ? ഉള്ളതല്ല കേട്ടോ, ചെറിയ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പോവാണ്. ശുക്രൻ ഹബീബി. പുറത്തേക്ക് തന്നെ ഇറങ്ങാം. ഒരു പാർക്ക് ചെറിയ മക്കൾക്കുള്ള. ലിൽ അത്തുഫാൽ എഴുതി വെച്ചാണ്. നമ്മളത് കണ്ടില്ലല്ലേ? അവസാനം കണ്ടോ ലിൽ അത്തുഫാൽ എഴുതി വെച്ച് കണ്ട ആ ഒരു സംഭവം. ഇതാ അടുത്തെത്തി നമ്മൾ. ഇനി നമുക്ക് ഇങ്ങോട്ടാട്ടോ പോകേണ്ടത്. പള്ളിൻ്റെ അവിടെ കുറേ വിൻറ്റേജ് വണ്ടി കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും. ഇത് ഏതാണെന്ന് എനിക്ക് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. മാഷാ അല്ലാഹ്. നമ്മൾ മുമ്പോട്ട് പോകാൻ കേട്ടോ. ആ ഒരു നേരത്തെ കണ്ട പള്ളിക്ക് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ സുഹൃത്തുക്കളെ. ഈ ഒരു പള്ളിയിൽ നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഇപ്പം അവിടേക്ക് പോകാൻ ഉദ്ദേശമില്ല. വീട്ടിൽ മാത്രമല്ല സുഹൃത്തുക്കളെ, 3ന്റെ പരിപാടി നടക്കൽ ഇവിടെ നടക്കലുണ്ട്. ഇവിടെ ഗംഭീര പരിപാടിയാണ്. ഇത് മരണവുമായി ബന്ധപ്പെട്ട് 3ന്റെ പരിപാടിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഇസ്മുൽ കരീം ഹബീബി. ആം അന്ത മാഷാ അല്ലാഹ്. ജയ്യിദ് ജമീൽ ജിദ്ദ. മാഷാ അല്ലാഹ്. ഇസാഖുസ്സേ ഒരു പള്ളി ഉണ്ട് കേട്ടോ അവിടെ. പള്ളിയല്ല, ഇതെന്താ അറിയൂല. ഇസാഖുസ്സ ഇതെന്താ സംഭവം അറിയോ? 3 3ന്റെ പരിപാടി. എന്നാ പിന്നെ നമ്മള് അറുസുലഭന തിന്നല്ലേ? ഇതിന്റെ ആ തണുപ്പോട് കൂടി കഴിക്കണം, എന്നാലും അതിന്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ, തണുപ്പ് ഞാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. അറുസുലഭന് കാണാത്തോല് കണ്ടോളി. ഇതാണ് സംഭവം. നമ്മളിതിന്റെ ഒരു സിമ്പിള് സംഭവമാണ് കേട്ടോ നോക്കുന്നത്. ഇതിൽ ഇന്റെ ഏതാ? ഇന്റെ ചെറുതായിരിക്കും അല്ലേ? എൻ്റെ ഏതാ? എൻ്റെ ഇത് നിങ്ങളുടെ ഏതാ? ഏതായാലും നമ്മൾ കഴിക്കല്ലേ. ബിസ്മില്ലാ. ഇതാണ് സുഹൃത്തുക്കളെ അറുസുലഭൻ. അതൊന്ന് തുറക്കി നോക്കട്ടെ ഇതിൻ്റെ ഫ്ലേവർ. ഇത് ഇങ്ങനെ ഉണ്ടാകുക. ഇതിലൊരു പൊടി ഇട്ടിട്ട് ഉണ്ടോ? രണ്ട് ഏകദേശം സെയിമാണ്, പക്ഷേ അതിൽ ഫ്ലേവർ അധികമായി വന്നതാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് വന്നിട്ട് റിവ്യൂ പറയാമല്ലേ? ഹലോ, ഇതൊരു ബിസ്ക്കറ്റ് ടച്ചാണ്. ഇത് ഒരു പാലിൻ്റെ ടച്ചും. ഏതായാലും രണ്ടും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് മോഡലുകൾ അറുസുലഭൻ്റെ ഉണ്ട് അല്ലേ ഉസ്താദ്? സേമിയിട്ടുണ്ട്, വ്യത്യസ്ത ഐസ്ക്രീമുകള്, വ്യത്യസ്ത ഫ്ലേവറുകളിൽ സാധനം കിട്ടും. റേറ്റ് ആയിരിക്കും. നല്ല രസമുണ്ട്. ഇത് ഗൾഫുകാർക്ക് അറിയുണ്ടാവും, നമ്മളെ നാട്ടിലുള്ളവർക്ക് അറിയുമെന്ന് സംശയിക്കും. നാട്ടിലുള്ള ആളുകൾ, ഞാനൊക്കെ അവിടെ വന്നതിന് ശേഷമാണ് അറുസുലഭനെ അറിയുന്നത് തന്നെ. അപ്പം ഏതായാലും സംഭവം മുതലായില്ലേ? സെറ്റ് ആ പറഞ്ഞ ക്യാഷിനുണ്ട് 50
60 പൗണ്ടാണ് വരുന്നത്. നാട്ടിലെ ഒരു 100 രൂപേൻ്റെ അടുത്ത് വരും. അടിപൊളിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് തീർച്ചയായും ഉണ്ട്. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ പോകും. നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ ആയിട്ട് പോവാം. ഇങ്ങനത്തെ ചെറിയ കുറച്ച് കാഴ്ചകൾ നമ്മൾ വിചാരിക്കാതെയാണ് നമ്മൾ സൈനബാബിൻ്റെ അടുത്ത് എത്തുന്നതും. ഒരു കുറേ വട്ടം പോയതാണ്, പക്ഷെ അവിടേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു കാരണമൊക്കെ മനസ്സിലായോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് മുൻകിൻ നമ്മൾ ഇനിയും കൂടുതൽ വീഡിയോകളായിട്ട് ഇനി വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മിസ്റിൻ്റെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ശുക്രൻ, ജസാക്കല്ലാഹ്, മഅസ്സലാമ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.